ഒറ്റത്തൊന്നൊക്കെ പറഞ്ഞവനാണെങ്കിൽ വാടാ. ഒരു നാട്ടിൽ വലിയൊരു കലാപം വരെ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണുള്ളത്. അങ്ങനത്തെ ഒരു എന്താ പറയാ, അങ്ങനത്തെ ഒരു ഡയലോഗാണത്. ഇത് സത്യത്തിൽ നമുക്ക് എവിടെ നിന്ന് കിട്ടിയതാണ്? നമ്മളൊരു പക്ഷെ ഇതുപോലുള്ള സിറ്റുവേഷനിൽ ആരെങ്കിലും പറഞ്ഞു കേട്ടതായിരിക്കും അല്ലേ. അയാൾക്ക് ഇത് എവിടെ നിന്ന് കിട്ടിയതായിരിക്കാം? സിനിമയിൽ ഒരു മാസ് ഡയലോഗാണ്. സിനിമയിൽ ഈ മാസ് കാണിക്കാൻ വേണ്ടിയിട്ട് എഴുതുന്ന ഡയലോഗുകളൊക്കെ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് അപ്ലൈ ചെയ്തുള്ള അവസ്ഥ ആലോചിച്ച് നോക്കി. നാട്ടിൽ മിക്ക പ്രശ്നം ഉണ്ടാവുന്നത് ഇതുപോലെ ഡയലോഗുകളിൽ നിന്നാണ്. അവന്റെ അമ്മക്ക് പറഞ്ഞ്, എന്റെ ഉമ്മാക്ക് വിളിച്ച്, എന്റെ അച്ഛന് പറഞ്ഞ്, ആ കേൾക്കുന്ന ക്യാരക്ടർ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് അതായിരിക്കും ഇവിടെ സംഭവിക്കുക. റിയാലിറ്റിയിലൂടെ അങ്ങനെ ഒക്കെ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കിയേ. സത്യത്തില് സിനിമ നമ്മളെ നാട്ടിലുള്ള ജീവിതം സിനിമയാക്കിയതാണോ, അതോ സിനിമയിലുള്ള ജീവിതം നമ്മുടെ നാട്ടിലുള്ള അനുകരിക്കുന്നതാണോ? നമ്മുടെ നാട്ടിലുള്ളവരെന്ന് പറയുന്നത് ഞാനടക്കമുള്ള എല്ലാവരും ഇങ്ങനെ ജീവിതത്തിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നതും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സിനിമയിൽ കണ്ട കാര്യങ്ങളാണോ, അതോ ഇതൊക്കെ കണ്ടിട്ടാണോ സിനിമ ഉണ്ടാക്കിയത്? പണ്ടത്തെ എഴുത്തുകാരൊക്കെ ഒരു പക്ഷെ ജീവിതങ്ങൾ കണ്ടിട്ടായിരിക്കും സിനിമ എഴുതിയിട്ടുണ്ടാവുക അല്ലെ. അപ്പൊ ക്യാരക്ടറുകൾക്ക് ഓരോ മാസ് അല്ലെങ്കിൽ അവിടുത്തെ ഒരു എന്താ പറയാ അങ്ങനെയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് എഴുതുന്ന ഡയലോഗുകളെ റിയാലിറ്റിയിലൂടെ കൊണ്ടുവന്ന് പറയുമ്പോഴുള്ള അവസ്ഥ ആലോചിച്ച് നോക്കിയ. ആ ക്യാരക്ടർ ആ സിനിമയിൽ അത് കേൾക്കുമ്പോൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്, അതുപോലെ നമ്മളും ട്രിഗർ ആവും, നമ്മളും റിയാക്ട് ചെയ്യും. ശരിക്കും ആലോചിച്ച് നോക്കിയ, ഒരാള് നമ്മളെ തെറി വിളിച്ചു, അയാളുടെ നാവ് കൊണ്ട് അയാൾക്ക് തോന്നിയത് നമ്മൾ വിളിച്ചു, അതിനിപ്പോ നമ്മൾ ട്രിഗർ ആവേണ്ട കാര്യം എന്താ? അല്ലെങ്കിൽ നമ്മളെ അച്ഛനെ വിളിച്ചു, അമ്മക്ക് വിളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് എന്തെങ്കിലും സംഭവിക്കാൻ പോകണ്ട, നമുക്കൊന്നും സംഭവിക്കാൻ പോകണില്ല. എന്താണ് ഈ സിനിമയിലുള്ളൊരു ഓരോ വ്യത്യാസങ്ങളെ എന്നാലോചിച്ച് നോക്കി. ഇപ്പം പണ്ടത്തെ ഒരു കോമഡി എന്നാലോചിച്ച് നോക്കി, ബഹദൂർ, അടൂർവാസി, അങ്ങനെ അന്നത്തെ കോമഡി ചെയ്തിരുന്ന ആൾക്കാരുടെ കോമഡിക്കൊക്കെ നിറഞ്ഞ കൈയടികളൊക്കെ കിട്ടിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ മാറി പിന്നെ എക്സ്പ്രഷൻ ഡയലോഗുകളിൽ കൂടെയൊക്കെ കോമഡി വന്നു. ഇപ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ നോക്കുന്നതും ഒന്ന് മൂളുന്നതൊക്കെ വരെ ചിരിക്കാനുള്ള എലമെന്റുകളായിട്ട് മാറിയിട്ടുണ്ടല്ലേ. ഇതാണ് ചോദ്യം. നാട്ടിലെ ജീവിതം സിനിമയാക്കിയതാണോ, അതോ സിനിമയിലെ ജീവിതം നാട്ടിലുള്ള നമ്മൾ അനുകരിക്കുന്നതാണോ? എന്താണ് സത്യം?